ബനാനത്തൊലി ഇതുപോലെ എടുത്തിട്ട് കുപ്പിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തോ കേട്ടോ. സിമ്പിളായിട്ട് ഒരു 10-15 ദിവസം കൊണ്ട് നമ്മുടെ അലോവേര ചെടീൻ്റെ ചോട്ടിൽ കുന്നുകൂടി 1000 തൈകൾ പൊട്ടി നിറയും. അതുപോലെ തന്നെ ഇലകൾ നല്ല വണ്ണത്തിലുണ്ടാവാനും സഹായിക്കും കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു കുപ്പി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുപ്പീൻ്റെ ബാക്ക് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതേപോലെ ചെയ്യുക. അതിൻ്റെ അടപ്പ് നമ്മളങ്ങ് തുറക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കുക. ഫസ്റ്റ് കുറച്ച് മണ്ണിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു ബനാനത്തൊലി ഒന്നെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുക. അപ്പോൾ ഞാനിതാ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതൊക്കെ പറഞ്ഞാൽ മണ്ണായിട്ട് ചേർന്ന് പെട്ടെന്ന് വളമാവും. കാരണം നമ്മുടെ ചെടികളെ മുരടിപ്പ് മാറാനും ചെടികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് ഇതുപോലെയൊക്കെ ചെയ്തു കൊടുക്കുന്നത്. നല്ലൊരു കമ്പോസ്റ്റുമാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു അലോവേരേൻ്റെ ചോട്ടിൽ ഈ കുപ്പിയിൽ നിന്ന് കുടഞ്ഞിട്ട് കൊടുത്താലും മതി. അത് അപ്പനേക്ക് വളമാവും കേട്ടോ അത്. അപ്പോൾ ഞാൻ കുറച്ച് ബനാനത്തൊലി ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് മണ്ണിട്ട് കൊടുക്കുക. അതേപോലെ നമുക്ക് എത്ര തവണ ഇട്ട് കൊടുക്കാൻ പറ്റുമോ അതേപോലെ തന്നെ കുറച്ച് ബനാനത്തൊലി ഇട്ട് കൊടുക്കുക, കുറച്ച് മണ്ണിട്ട് കൊടുക്കുക. അങ്ങനെ ലാസ്റ്റ് നന്നായിട്ട് മണ്ണിട്ട് ടൈറ്റാക്കിയിട്ട് അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലത്തെ ഒരു അലോവേരേൻ്റെ ചോട്ടിൽ ഇങ്ങനെ കുത്തി വയ്ക്കുക. എന്നിട്ട് ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ശരിക്കും നമ്മുടെ അലോവേരേൻ്റെ ചോട്ടിലേക്ക് ആ ഒരു ഇതിൻ്റെ എല്ലാ ഗുണവും കിട്ടും കേട്ടോ. ട്രൈ ചെയ്യുക. ഇതുപോലത്തെ വീഡിയോ കാണാൻ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട.